ആകെ തകർന്നു കിടക്കുന്ന ക്ഷേത്രങ്ങളാണ് കാണുന്നത്. 200-ൽ പരം ക്ഷേത്രങ്ങളുണ്ടെന്ന് പിന്നീടാണ് മനസ്സിലായത്. ആദ്യം ഞങ്ങൾ മനസ്സിലാക്കി ഒരു 35 ഉണ്ടാവും, പിന്നെ 45 ആണെന്ന് തോന്നി, പിന്നെ അല്ല 50 ഉണ്ട്, പിന്നെ 108 ആണെന്ന് തോന്നി, പിന്നീടാണ് 200 ആണെന്ന് മനസ്സിലാകുന്നത്. കാരണം ഇത് മുഴുവനും തകർന്ന് തരിപ്പണമായി കിടന്നതിന് ശേഷം അതിൻ്റെ മുകളിൽ വൃക്ഷങ്ങൾ വളർന്നു വരുന്ന ക്ഷേത്രങ്ങളാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞങ്ങൾ ഓരോന്നായിട്ട് അത് റീകൺസ്ട്രക്ഷൻ തുടങ്ങി. ആ സ്ഥലത്ത് ഒരു 80ഓളം ക്ഷേത്രങ്ങൾ ഞങ്ങൾ പടുത്തുയർത്തി കഴിഞ്ഞു. ഒരു വലിയ ഇന്ത്യയിൽ നടത്ത ഏറ്റവും വലിയ ഒരു റീകൺസ്ട്രക്ഷൻ വർക്കാണ്, കൺസർവേഷൻ വർക്കാണ് അവിടെ മധ്യപ്രദേശിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞത്. ഇവർ കൊല്ലപ്പെട്ടതിന് ശേഷം, അതായത് ഈ നിർഭയ സിംഗ് ഗുജ്ജറും ഗ്രൂപ്പും കൊല്ലപ്പെട്ടതിന് ശേഷം ഏറ്റവും അധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നത് ഞങ്ങൾക്കാണ്. കാരണം അവരിവിടെ ഉണ്ടായിരുന്ന കാലത്തോളം ഈ മാഫിയ, മൈനിങ് മാഫിയ, അവർ അവിടെ വരാൻ പേടിയായിരുന്നു അവർക്ക്. കാരണം മൈനിങ് മാഫിയയിൽ ആരെങ്കിലും വന്നാൽ ഇവർ കിഡ്നാപ്പ് ചെയ്യും. കിഡ്നാപ്പ് ചെയ്തതിന് ശേഷം പിന്നെ കോടികളോളം പണം അവരുടെ അടുത്ത് നിന്ന് വാങ്ങും. അതുകൊണ്ട് മൈനിങ് മാഫിയ വരാൻ പേടിച്ച സ്ഥലങ്ങളായിരുന്നു അത്. പക്ഷെ ഇവർ കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പായതിനു ശേഷം പിന്നീട് മൈനിങ് മാഫിയ ആ സ്ഥലം മുഴുവൻ ഏറ്റെടുക്കുകയും rampant mining they started, and my temple started coming down. So I wrote to many people, to the forest officers, to the collector, to the SP. ഇതിൻ്റെ പിറകിലൊരു മിനിസ്റ്റർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ലക്ഷ്മികാന്ത് ശർമ്മ എന്നായിരുന്നു. അദ്ദേഹം അതാണെന്ന് എനിക്ക് മനസ്സിലായതിനു ശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തോട് പറഞ്ഞു, സർ, മൈ ടെമ്പിൾസ് ആർ കമ്മിങ് ഡൗൺ, യു ബിലോങ് ടു BJP പാർട്ടി, യു സ്പീക്ക് അബൌട്ട് BJP. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, മുഹമ്മദ് ജി ആപ്കാ വോ ലെറ്റർ മുझे नहीं मिला, ഞാൻ അയച്ച കത്ത് അദ്ദേഹത്തിന് കിട്ടിയില്ല. രണ്ടാമതൊരു കത്ത് അയച്ചു. അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടു. പിന്നെയും അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് ജി ആപ്കാ വോ ലെറ്റർ മുझे नहीं मिला. പിന്നെ ഞാൻ ചെയ്തത് സാധാരണ ഒരു ഗവൺമെൻറ് സർവൻ്റ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഞാൻ ഒരു സ്ട്രോങ് ലെറ്റർ അന്നത്തെ RSSൻ്റെ അന്നത്തെ സർസംഘ് ചാലകായിരുന്ന സുദർശൻജിക്ക് ഒരു കത്തെഴുതി, വളരെ സ്ട്രോങ് ആയിട്ടുള്ള കത്തെഴുതി, ഇവിടെ ഭരിക്കുന്നത് BJP ആണ്. BJP ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മൈനിങ്ങൾ കൊണ്ട് ഞാൻ സംരക്ഷിച്ച രണ്ടാമത് കെട്ടിപ്പടുത്ത ക്ഷേത്രങ്ങൾ മുഴുവൻ വീണ്ടും അമർന്നടിയാൻ വേണ്ടി പോകുന്നുണ്ട്, കുറേ എണ്ണം വീണുപോയി എന്നുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള കത്തെഴുതി. ബട്ട് ഹി ടുക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ. ഉടനെ തന്നെ ചീഫ് മിനിസ്റ്റർ വിളിച്ചു. അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. ഉടനെ തന്നെ പിന്നെ ചീഫ് മിനിസ്റ്റർ അവിടുന്ന് പോലീസുകാരെയും അതേപോലെ തന്നെ കലക്ടർ, SP എല്ലാവരും സ്ഥലത്ത് വന്നു. പക്ഷേ മൈനിങ് മാഫിയ വളരെ ഈക്വലി പവർഫുൾ ആയിരുന്നു. they were very well armed also. There was an exchange of fire between the collectors group and the mining പാർട്ടി. പക്ഷെ അവസാനം പോലീസുകാർക്ക് ഇവരെ മുഴുവനും തുരത്താൻ കഴിഞ്ഞു.